പ്രമുഖ നടനെതിരെയുള്ള വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ. ആ പ്രമുഖ നടൻ ആര് എന്നാണല്ലോ എല്ലാവരും ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഏതാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നടി വിൻസി അലോഷ്യസ് പങ്കെടുക്കുകയും അവിടെ വെച്ച് ഇനി ലഹരി ഉപയോഗിക്കുന്നവരുമായി സഹകരിക്കില്ല എന്ന് വിൻസി അലോഷ്യസ് പ്രതിജ്ഞ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന് നടി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഒരു പ്രമുഖ നടനിൽ നിന്നും തനിക്കുണ്ടായ ഒരു മോശം അനുഭവം എന്നുള്ള രീതി. ആ വെളിപ്പെടുത്തൽ പലരും വാർത്തകളിലൂടെയും മറ്റും കണ്ടു കാണും. എന്തായാലും ആ പ്രമുഖ നടനെ കുറിച്ചുള്ള വിൻസിയുടെ ആ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആരാണെന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ അല്ലെ. എന്തായാലും കണ്ടു നോക്കാം. ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും. ഓക്കെ, മാനറിസത്തിൽ തന്നെ ആള് നിങ്ങൾക്ക് ആരാണെന്നുള്ള പിടുത്തം കിട്ടിക്കാണും. ഞാൻ കൂടെ വരാം, ഞാൻ ശരിയാക്കി തരാം. ഈ ഒരു രീതി തന്നെ വിൻസി മാനറിസം കാണിച്ചപ്പോ ആൾ ആരാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനിയും പിടുത്തം കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ബാക്കിയും കൂടി കണ്ടു നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ആരാണ് ആ പ്രമുഖ നടനെന്ന്. എന്തായാലും വിൻസി അലോഷ്യസ് ബാക്കി പറഞ്ഞാട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിനിടയിൽ, ഷോട്ടിനല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ട്യൂബ്. സോ ഭയങ്കര എവിഡന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാം, അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിന്റെയും ടീമിന്റെയും എല്ലാവരും. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ മുന്നോട്ട് പോയത്. എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അതിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അത്രയും മോശമായ അനുഭവം പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് തുറന്നു പറയാൻ തയ്യാറായത് എന്നുള്ള രീതിയിലാണ് ഇവിടെ വിൻസി പറഞ്ഞു വെക്കുന്നത് അല്ലേ. പക്ഷെ ഉള്ളത് പറയാലോ, ഇതൊന്നും കേട്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. അത്ഭുതപ്പെടാൻ മാത്രം ഇതിലിപ്പോ ഒന്നും ഇല്ല, അത് വേറെ കാര്യം. കാരണം കാലങ്ങളായി നമ്മൾ ഇതൊക്കെ സിനിമാ ഫീൽഡിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് വിൻസിയുടെ വെളിപ്പെടുത്തൽ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പൊ വന്ന് പെൺവാണിഭത്തിന്റെയും ലഹരിയുടെയും ഒരു ഉറവിടമായി മലയാള സിനിമ മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. എവിടെ നോക്കിയാലും ഇപ്പൊ സിനിമാ നടന്മാർക്കെതിരെ പീഡന ആരോപണവും ലഹരി ആരോപണവും ഒക്കെ തന്നെയാണല്ലോ ഉള്ളത്. പറയാലോ, ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഒന്നും വേണ്ട, ഇവിടെ വിൻസിയുടെ തന്നെ അനുഭവം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇവിടെ വിൻസി പറഞ്ഞ നടൻ പബ്ലിക്കായി സിനിമാ സെറ്റിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് വിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും കൂടിയിരിക്കെ തന്നെ പുള്ളിക്കാരൻ ടേബിളിലേക്ക് വൈറ്റ് പൗഡേഴ്സ് തുപ്പി എന്നുള്ളത്, അതൊരു മയക്കുമരുന്നായിരുന്നു എന്നുള്ളത് കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പബ്ലിക്കായി ചെയ്യാൻ മാത്രം ആ മനുഷ്യന് ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും ഒരു ബാക്കപ്പ് സപ്പോർട്ട് കിട്ടിയിരിക്കണം അല്ലെ. ഇല്ലെങ്കിൽ ഒരിക്കലും പബ്ലിക്കായി എല്ലാവരുടെ മുന്നിൽ വെച്ച് ലഹരി ഉപയോഗിക്കാൻ ഒരു മനുഷ്യനും ധൈര്യം കാണിക്കത്തില്ല. ഇപ്പൊ റീസെന്റ് ഉള്ള പല ഇൻസിഡന്റുകൾ എടുത്ത് നോക്കിയാലും നിങ്ങൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും വേണ്ട, ഈ അടുത്ത് ശ്രീനാഥ് ഭാഷിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പല സിനിമാ അണിയറ പ്രവർത്തകരും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് പല നടന്മാരും കാരവനിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. പക്ഷെ അവരെ കുറിച്ച് ഇങ്ങനെ ഇന്റർവ്യൂകളിൽ ഒളിച്ചും പാത്തും പറയാന്നല്ലാതെ ഇന്നേ വരെ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവറ്റുകളുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കൊക്കെ ഒരു ബാക്കപ്പ് സപ്പോർട്ട് എന്തായാലും കിട്ടിയിരിക്കണമല്ലോ. അതാണ് പറയുന്നത്. ഇതിന്
പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. ഇപ്പൊ പലർക്കും ലഹരി ഉപയോഗിക്കുന്ന നടന്മാരിൽ നിന്നും പല മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ വിൻസി അലോഷ്യസ് തുറന്നു പറയാൻ തയ്യാറായി അല്ലേ. ആ ഒരു ധൈര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. എല്ലാവർക്കും അത് സാധിക്കുന്ന സംഗതിയല്ല. ഇനി ഒരു പക്ഷേ ഇത് തുറന്ന് പറഞ്ഞത് കാരണമായിട്ട് വിൻസിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. ഒരു പക്ഷേ വരാൻ പോകുന്ന പല സിനിമകളും നഷ്ടപ്പെട്ടേക്കാം. ഒരു ഇൻഫ്ലുവൻസ് ഉള്ള നടനെതിരെയാണ് പറഞ്ഞതെങ്കിൽ അയാൾ ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പുള്ളിക്കാരുടെ അവസരങ്ങളൊക്കെ തടയാൻ ശ്രമിക്കല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും ഇത്തരം നടന്മാർക്കെതിരെ മൗനം പാലിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും വിൻസിയുടെ വെളിപ്പെടുത്തലിന്റെ വീഡിയോകൾക്കെല്ലാം താഴെ പല രീതിയിലുള്ള കമന്റുകൾ കണ്ടു. ഇവൾക്ക് സിനിമയിൽ അവസരം കിട്ടാത്തത് കൊണ്ട് 4 ആൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിനുണ്ട് എന്ത് ജനശ്രദ്ധ കിട്ടാനാണ്, എന്ത് അവസരം കിട്ടാനാണ്, നിങ്ങൾ തന്നെ ഒന്ന് പറ. ചുമ്മാ അങ്ങോട്ട് പറയുന്നേ. പക്ഷെ ഇതിനിടയിൽ വിൻസിക്കെതിരെ വന്ന വ്യാപകമായിട്ടുള്ള മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്, ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ആളെ പേരും കൂടി പറയണം എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാം പറഞ്ഞതിന് ശേഷം പേര് മാത്രം പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇത്രയും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പേര് പറയുന്നതിന് എന്താ കുഴപ്പം അല്ലേ? പറയുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും പറയണം, അല്ലെങ്കിൽ പറയാതിരിക്കാം. രണ്ടിന്റെ ഇടയിൽ കാലിടുന്ന പരിപാടിയോട് എനിക്കും താല്പര്യമില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ കൂടിയും ഇവിടെ 2 ക്ലൂസ് വിൻസി നൽകുന്നുണ്ട് അല്ലേ. ഒന്ന്, തന്റെ കൂടെ അഭിനയിച്ച ഒരു നടനാണ്. താൻ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു മെയിൻ ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം. വേണമെങ്കിൽ ആ സിനിമയിലെ മെയിൻ നടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ശരിയാക്കി തരാം എന്ന രീതിയിൽ പുള്ളിക്കാരി കാണിച്ച ആ മാനറിസം, ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം. അതിലൂടെ ആളാരെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചു. ഈ ഒരു പൊതുമധ്യത്തിൽ ഇത് വന്നപ്പോൾ, ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത് വന്നപ്പോൾ വിൻസിയോട് സംസാരിച്ചപ്പോൾ വിൻസി ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സത്യസന്ധമായി, ഈ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, നടന്റെ പേരും തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് IC പരാതിപ്പെട്ടിരുന്നു. പരാതിയായിട്ട് എഴുതി കൊടുത്തില്ല. അപ്പോൾ IC ഫിലിം ചേംബർ നിയോഗിക്കുന്ന IC ആ IC മെമ്പർമാർ വളരെ മാന്യമായാണ് പെരുമാറിയത്. ഇക്കാര്യത്തിൽ വിൻസിക്ക് അവരോട് പരാതിയില്ല. പക്ഷേ മറിച്ച് പിന്നീട് അത് പരാതിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും നടപടി എടുക്കുമെന്ന് പറഞ്ഞു. കാരണം IC ഈ പരാതി വിൻസി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി നമ്മുടെ 3 ഓർഗാൻസ് ആണ് അത് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ സംഘടനാപരമായി ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു, ആ നടൻ സിനിമയിൽ ഒഴിവാക്കപ്പെടും. ആ നടൻ എന്നാണോ വളരെ മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരിക, അതുവരെ ഈ നടനെ സംഘടനാപരമായി പുറത്ത് മാറ്റി നിർത്തുവാൻ വേണ്ടി ഫിലിം ചേംബർ അല്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ മുമ്പ് ഇങ്ങനെ പല നടന്മാരെയും സിനിമാ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പണ്ട് ശ്രീനാഥ് ബാസിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ മാറ്റി നിർത്തിയവന്മാർ തന്നെ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ശ്രീനാഥ് ബാസിയെ സിനിമയിലേക്ക് തിരിച്ചെടുത്ത്. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കാനും പോകുന്നത്. കുറച്ചു കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളുടെ കൈയടി കിട്ടാനും വേണ്ടിയിട്ട് ഇവരെ മാറ്റി നിർത്തും. എന്നിട്ട് മാറ്റി നിർത്തിയവന്മാർ തന്നെ അവരുടെ അടുത്ത സിനിമയിൽ ഇവന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. ഇതൊക്കെ കുറെ കേട്ടതാണ്. എന്തായാലും നിങ്ങൾ ബാക്കി പറഞ്ഞാട്ടെ. നടനെ കുറിച്ച് ലഹരി ഉപയോഗിക്കുന്നതായിട്ടൊക്കെ ഉള്ള തരത്തിൽ വാർത്തകളൊക്കെ വരികയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണോ? തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. അത് നിങ്ങൾ പേര് പറയാതില്ല. പ്രസവ വാർഡിന്റെ പ്രായത്തിൽ സ്ത്രീകൾ തരുന്നതിന്റെ കാര്യമില്ല. അതുകൊണ്ട് പേര് തൽക്കാലം പറയുന്നില്ല. നിങ്ങൾക്ക് ആ നടനെ മനസ്സിലായിട്ടുണ്ട്, ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കമന്റ് ഇല്ല. പിന്നീട് ആ നടന്റെ പേര് വെളിപ്പെടുത്തും. അത് ജനങ്ങൾക്കും പ്രേക്ഷകർക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. മുമ്പും ഇയാൾ ഈ ലഹരി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. അതുകൊണ്ടല്ല ഇവർ 1-2 പേരുണ്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ ശരിക്കും പൊതുശല്യമാണ്. ഇവരെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിൻസിയുടെ ആ ഒരു തീരുമാനത്തിന് ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും വിൻസിയുടെ ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിൻസി മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ ചേംബറും ഞങ്ങളുടെ എല്ലാ അഫിലിയേറ്റ്സും മോണിറ്ററിംഗ് കമ്മിറ്റിയും എല്ലാം ആളെ കുറിച്ചൊരു ഏകദേശ ധാരണ ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന്, ജനങ്ങളുടെ മനസ്സിൽ ആരാണോ കാണുന്നത് അയാൾ തന്നെയാണെന്നാണ് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മുമ്പ് ലഹരി കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്. മലയാള സിനിമയിൽ ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വെറും 2 പേരാണുള്ളത്. ഒന്ന് നമുക്കറിയാം, ശ്രീനാഥ് ബാസിയും പിന്നെ ഷൈൻ ടോം ചാക്കോയും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ പിടിച്ച സംഭവം. എന്താണ്, ശ്രീനാഥ് ബാസി വിൻസിക്കൊപ്പം ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ബാസിൽ നിന്നും വിൻസിക്ക് മോശം അനുഭവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. ഇപ്പൊ വിൻസിയുടെ ഇറങ്ങാൻ പോകുന്ന പുതിയ സിനിമ ആയിട്ടുള്ള സൂത്രവാക്യത്തിലെ മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. ഇപ്പൊ വിൻസിയുടെ വെളിപ്പെടുത്തലിൽ വിൻസി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ആ സിനിമയിൽ മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ആ ആർട്ടിസ്റ്റ് ആണ് എന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറങ്ങാൻ പോകുന്ന സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയിൽ മെയിൻ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഷൈൻ ടോം ചാക്കോ ആണല്ലോ. പിന്നെ ലഹരി കേസിൽ ഉൾപ്പെട്ട ആളും കൂടിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 70% ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. ഇനി ഇവിടെ ഒരു സ്ഥിരീകരണത്തിന് ആവശ്യം കൂടിയേ ബാക്കിയുള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.